വിവാഹമാണ് 28-ാം തീയതി. എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ ജോലിക്കാരായ ആളുകളൊക്കെ ഒരു പിരിവൊക്കെ നടത്തണുണ്ട്. എന്തിനാണെന്നറിയോ? ഈ വിവാഹ ദിവസം ഒരു സമ്മാനം കൊടുക്കേണ്ട സഹപ്രവർത്തകയ്ക്ക്. ഈ വിവാഹത്തിനൊക്കെ പോകാനുള്ള ഡ്രസ് കോഡ് പോലും ആലോചിക്കുന്നുണ്ടായിരുന്നു ചിലരവിടെ. പക്ഷെ 26-ാം തീയതി പെട്ടെന്നൊരു വാർത്തയെത്തി. ആ വാർത്ത ഇപ്രകാരമായിരുന്നു: ഈ പെൺകുട്ടിയുടെ അപ്പൻ കോട്ടയത്തുള്ള ഒരു ആശുപത്രിയുടെ ബാത്റൂമിൽ ആത്മഹത്യ ചെയ്തു. വലിയ പ്രതീക്ഷയോടുകൂടെ ഒരു വിവാഹത്തിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ ഞങ്ങളുടെ എല്ലാവരെയും അടുത്തേക്ക് കടന്നു വന്ന ആ ദുഃഖത്തിന്റെ വലിയൊരു വാർത്ത. പിന്നെ ആകെ അസ്വസ്ഥമായി. എന്താണെങ്കിലും ആ പെൺകുട്ടിയെ കണ്ടുമുട്ടുമ്പോ എല്ലാവരുടെയും മുമ്പിൽ വളരെ ചിരിച്ചുകൊണ്ട് നടക്കുകയാ. എല്ലാം കഴിഞ്ഞ് അപ്പം പോയിട്ടോ, എല്ലാം കഴിച്ച് അപ്പൻ പോയി. പ്രിയപ്പെട്ടവരെ, പിന്നെ അന്വേഷിച്ചറിയുകയായിരുന്നു, ഈ പെൺകുട്ടിയുടെ വിവാഹത്തിന് വേണ്ടി ഏതോ ഒരാൾ ഒരു 50,000 രൂപ കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു. ഈ 50,000 രൂപ കിട്ടാതെ വന്നപ്പോ അതിന്റെ അസ്വസ്ഥത കൊണ്ട് ജീവിതം അവസാനിപ്പിച്ച ഒരു അപ്പൻ ഒളിച്ചോടുകയായിരുന്നു ലോകത്തിൽ നിന്ന്. പ്രതിസന്ധികളെ അഭിമുഖീകരിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ട് വിവാഹമൊക്കെ നടന്നു. പക്ഷേ വിവാഹത്തിന്റെ അന്ന് ഞങ്ങളുടെ കൂടെ പ്രവർത്തിക്കുന്ന ഒരു സഹപ്രവർത്തകൻ ഒരു ചെക്ക് കാണിച്ചിട്ട് പറഞ്ഞു, അച്ഛാ, ഈ ചെക്കച്ഛനൊന്ന് നോക്കാമോ? ഞാൻ നോക്കിയപ്പോ 1,07,000 രൂപയാണ് അവിടെയുള്ള എല്ലാ കൂട്ടുകാരും ചേർന്ന് ഇവൾക്ക് കൊടുക്കാൻ സമ്മാനമായി പിരിച്ചു വെച്ചിരുന്നത്. ജീവിതത്തിന്റെ പ്രതിസന്ധികളില് 50,000 രൂപയ്ക്ക് വേണ്ടി ജീവൻ ഒടുക്കിയ ഒരു അപ്പന്റെ മുമ്പില് മറുവശത്ത് ദൈവം തെളിച്ചു വെച്ച വഴിയേതെന്ന് തിരിച്ചറിയാനാകാതെ സ്വന്തം ജീവൻ വിട്ട് കടന്നു പോകുമ്പോ ആ കുടുംബത്തിന് കൊടുത്ത അപമാനത്തിന്റെ ഭാരം എത്രയായിരുന്നു? ആ മകളുടെ ജീവിതത്തിലേക്ക് കൊടുത്ത തിക്തഫലങ്ങളുടെ വേദനകൾ എത്രയായിരുന്നു? പ്രിയപ്പെട്ടവരെ, കാലം മാറിയപ്പോ അസ്വസ്ഥതകളുടെ നടുവിൽ എന്ത് ചെയ്യണമെന്നറിയാതെ പതറുന്ന നമ്മുടെ മുമ്പിൽ ഒരു വിശുദ്ധ യൗസേപ്പ് വന്ന് നിൽക്കുകയാ. പരിശുദ്ധ കന്യകാമറിയം വന്ന് നിൽക്കുകയാ. പ്രിയപ്പെട്ട ഒരു വിശുദ്ധ യൗസേപ്പ് പിതാവ് പറയുകയാ, ദൈവത്തെ പേറുവാനായിട്ട് ജീവിതത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ഉറപ്പിച്ചു കൊള്ളുക: നിങ്ങളുടെ ജീവിതത്തിലേക്ക് സഹനം തന്നെയെ പുറകെ വരിക, സഹനം തന്നെയെ മുൻപിൽ പോവുക.